ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻസുറേഷൻ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട MCQs ആണ്. അപ്പൊ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആദ്യം നോക്കാം. ഏരിയ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ്, അതിൽ സർക്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, വോളിയം ഓഫ് സോളിഡ്സിൽ സ്പിയർ, ക്യൂബ്, സിലിണ്ടർ, കോൺ, പാരലോപിപ്പഡ്, ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഏരിയ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ വരുന്നത് സർക്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ. അപ്പം അതിൽ ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ആദ്യത്തേത് സർക്കിൾ ആണ്. സർക്കിളിന്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് നോക്കാം. സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് ദ റേഡിയസ് ആണ്. അപ്പൊ 2r ആണ് എന്ത് ഡയമീറ്റർ വരുന്നത്. സർക്കംഫറൻസ് വരുന്നത് 2πr ഉം ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? πr² ആണ്. ഇനി ഇമ്പോർട്ടൻറ്റ് വാല്യൂസ്, പൈയുടെ വാല്യൂ എന്താണ്? 22. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പൈയുടെ വാല്യൂ 22/7 ഓർ 3.14 ആണ്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ എന്ന്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, πr². അപ്പൊ പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. പൈയുടെ വാല്യൂ എന്താ? 22/7 ആണ്. ഇൻറ്റു നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ. അപ്പൊ 7 × 7 പൈ ഇൻറ്റു 7 × 7 πr² ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ സർക്കിളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ നോക്കിയായിരുന്നു. ഇനി അടുത്ത് നമുക്ക് എന്താണ്? സ്ക്വയർ നോക്കാം. സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ 4 സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് a ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? 4 × ലെങ്ത് ഓഫ് 1 സൈഡ്. 4a ആണ് എന്ത്? പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്, അതായത് a² ആണ് എന്ത്? ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ഡയഗണൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഡയഗണൽ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് a√. ഓർത്തിരിക്കുക, പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ഇനി റെക്ടാങ്കിളിന്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് നോക്കാം. ഇപ്പൊ റെക്ടാങ്കിളിന്റെ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ നമുക്ക് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? 2 × l+b ആണ് എന്ത്? പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറയുന്ന ലെങ്തിന്റെ ബ്രെഡ്ത്തും. ഡയഗണൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്ക് ഡയഗണൽ എങ്ങനെയാണ്? പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാം. ലെങ്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ നമുക്ക് ഈ ഡയഗണൽ എങ്ങനെ കണ്ടുപിടിക്കാം? √(l² + b² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയഗണൽ ഓഫ് റെക്ടാങ്കിൾ കിട്ടും. ഇനി നമുക്ക് അടുത്ത ഫോർമുലാസ് നോക്കാം. ട്രയാങ്കിൾ ആണ്. ഇപ്പൊ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് നമുക്ക് അറിയാം. ഇപ്പൊ ട്രയാങ്കിളിന്റെ 3 സൈഡ് ABC നമുക്ക് അറിയാമെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമുലയാണ് എന്ത്? ഹെറോൺസ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എസ് എന്ന് പറയുന്നത് എന്താണ്? സെമി പെരിമീറ്റർ ആണ്. അപ്പൊ എസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? a + b + c/2. ABC എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്. ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന്റെ ലെങ്ത് ആണ് a, b ആൻഡ് c റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സെമി പെരിമീറ്റർ കണ്ടുപിടിക്കണം. സെമി പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? പെരിമീറ്റർ/2. a + b + c/2 ചെയ്താൽ മതി. ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുമ്പോൾ √(s × s - a × s - b × s - c ആണ് എന്ത്? ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത്. ഇനി ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ 3 സൈഡ്സിന്റെ ലെങ്തിന്റെ സം എടുത്താൽ മതി. നമുക്ക് എന്താണ്? പെരിമീറ്റർ കണ്ടുപിടിക്കാം. അപ്പൊ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് +a. ഇപ്പൊ ട്രയാങ്കിളിന്റെ നമുക്ക് ബേസിന്റെ വാല്യൂം ഹൈറ്റും അറിയാമെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ½ ആണ്. ബി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ബേസും h എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റും ആണ്. ഇത്രയാണ് എന്ത്? ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വാഡ്രിലാറ്ററൽ നോക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കുന്ന റോംബസ് ആണ്. അപ്പൊ റോംബസ്, ഇപ്പൊ നമുക്ക് റോംബസിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? റോംബസിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് റോംബസിന്റെ ഡയഗണൽസ് അറിയാം. D1 എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ഫസ്റ്റ് ഡയഗണലും D2 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സെക്കൻഡ് ഡയഗണലും ആണ്. അപ്പൊ റോംബസിന്റെ നമുക്ക് ഡയഗണൽസ് അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല ½ × D1 × D2 ആണ് എന്ത്? ഏരിയ ഓഫ്
ഓഫ് റോംബസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി അടുത്ത ഏരിയ ഓഫ് പാരലലോഗ്രാം. പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ്, ബി ഇൻറ്റു എച്ച് ആണ് പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പൊ പാരലോഗ്രാമിന്റെ സൈഡ്സ് നമുക്കറിയാം എയും ബിയും ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 ഇൻറ്റു എ പ്ലസ് ബി ചെയ്താൽ മതി, നമുക്ക് പെരിമീറ്റർ ഓഫ് പാരലോഗ്രാം കണ്ടുപിടിക്കാം. ഇനി ട്രപ്പീസിയം ആണ്. ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ് എന്ത്? ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഇവിടെ എയും ബി എന്താണ്? എയും ബി എന്ന് പറയുന്ന ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ് ആണ്. പാരലൽ സൈഡ്സിന്റെ ലെങ്ത് ആണ് എന്ത്? എയും ബി എന്ന് പറയുന്ന ഹൈറ്റ്. ആ പെർപെൻഡിക്കുലർ ഹൈറ്റും കൂടെ അറിയാമെങ്കിൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇനി അടുത്ത് നമുക്ക് ഇപ്പൊ നമ്മൾ ഏരിയ ഓഫ് ഫിഗേഴ്സ് ആണ് നോക്കിയത്, സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ. അതാണ് നമ്മുടെ സിലബസിലെ ആദ്യം മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കുലർ ഫീൽഡ്. ട്രയാങ്കുലർ ഫീൽഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ എ ബി സി തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് 3 സൈഡ്സ് തന്നിട്ടുണ്ട്. 28 മീറ്റർ, 15 മീറ്റർ ആൻഡ് 41 മീറ്റർ. Calculate the area of the field. Also find the cost of leveling of the field at the rate of 20 per meter square. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ദ ഫീൽഡ് കണ്ടുപിടിക്കണം ആൻഡ് ഓൾസോ കോസ്റ്റ് ഓഫ് ലെവലിംഗ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നമുക്കിപ്പോൾ ട്രയാങ്കിളിന്റെ ലെങ്ത്, 3 സൈഡിന്റെ ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഫൈൻഡ് ദ സെമി പെരിമീറ്റർ. അപ്പോൾ സെമി പെരിമീറ്റർ ആദ്യം കണ്ടുപിടിക്കുക. സെമി പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? എ തന്നിട്ടുണ്ട് 28 മീറ്റർ തന്നിട്ടുണ്ട്, ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ വാല്യൂ 28 മീറ്റർ, ബിയുടെ വാല്യൂ 15 ആൻഡ് സിയുടെ വാല്യൂ 41. അപ്പൊ 28 പ്ലസ് 15 പ്ലസ് 41 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് 84/2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 42 മീറ്റർ എന്ന് സെമി പെരിമീറ്റർ കിട്ടും. സെമി പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. അപ്പൊ എസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാ ഒരു 42 ഇൻറ്റു 42 മൈനസ് എ എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. ഇനി 42 മൈനസ് 15 ദെൻ 42 മൈനസ് 41 എന്ന് വരും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 126 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ ഓഫ് ട്രയാങ്കുലർ ഫീൽഡ്. ട്രയാങ്കുലർ ഫീൽഡിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, 126 മീറ്റർ സ്ക്വയർ ആണ്. ഇനി കോസ്റ്റ് ഓഫ് ലെവലിംഗ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ലെവലിംഗ് കണ്ടുപിടിക്കാൻ എന്താണ്? വളരെ എളുപ്പമാണ്. ഏരിയ ഇൻറ്റു റേറ്റ് ചെയ്താൽ മതി. ഏരിയ നമുക്ക് 126 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി റേറ്റ് 20 പെർ മീറ്റർ സ്ക്വയർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 126 ഇൻറ്റു 20 ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2520 എന്ന് കിട്ടും. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് 2520. ഓപ്ഷൻ ബി ആണ് എന്ത്? ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ. ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 126 മീറ്റർ സ്ക്വയറും കോസ്റ്റ് 2520 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് ഫിഗറുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കുലർ പാർക്ക്. ട്രയാങ്കുലർ പാർക്കിന്റെ സൈഡ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, സൈഡ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 9:10:11 ആണ് റേഷ്യോ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കറക്റ്റ് സൈഡ് അറിയത്തില്ല, അതിന്റെ റേഷ്യോ മാത്രമേ അറിയത്തുള്ളൂ. ആൻഡ് പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ആ ട്രയാങ്കുലർ ഫീൽഡിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്, 300 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രയാങ്കുലർ ഫീൽഡിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്, റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ എന്ന് പറയുമ്പോൾ കറക്റ്റ് സൈഡ് അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റേഷ്യോ എന്ന് പറയുമ്പോൾ റേഷ്യോ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? 9:10:11 ആണ്. അപ്പൊ പെരിമീറ്റർ നമുക്കറിയാം. ഏരിയ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ 3 സൈഡിന്റെ സമ്മാണ്. എ പ്ലസ് ബി പ്ലസ് സി ആണ് എന്ത്? പെരിമീറ്റർ. എയും ബിയും സി നമുക്ക് A9 B10 C11 എന്ന് കറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല, റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 9K പ്ലസ് 10K പ്ലസ് 11K ഈക്വൽ ടു 300 മീറ്റർ. ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും?
30K is equal to 300 എന്നും അതിൽ നിന്ന് നമുക്ക് K കണ്ടുപിടിക്കാമല്ലോ. K എന്ന് പറയുന്നത് 300 divided by 30. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ട്രയാങ്കിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? 9K ആയിരുന്നു. അപ്പൊ 9 into 10 വരുന്ന സമയത്ത് എന്ത് കിട്ടും? എയുടെ വാല്യൂ ഒരു സൈഡ് ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ വാല്യൂ 90 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി അടുത്ത ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. 9:10 ആണ്. അപ്പൊ 10K. അപ്പൊ 10 into 10 ദാറ്റ് ഈസ് നമുക്ക് 100 മീറ്റർ എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാമല്ലോ. 11K. 11 into 10 110 മീറ്റർ. നമുക്ക് ട്രയാങ്കിളിന്റെ 3 സൈഡ്സും കിട്ടി. ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് അറിയാമെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഡയറക്റ്റ് ആയിട്ട് ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ നോൺ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. ഫോർ ദാറ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സെമി പെരിമീറ്റർ കണ്ടുപിടിക്കണം. സെമി പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? A+B+C/2 ആണ്. എയുടെ വാല്യൂ അറിയാം, ബി അറിയാം, സി അറിയാം. അപ്പൊ 90 + 100 + 110 divided by 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 150 മീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് സെമി പെരിമീറ്റർ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് എ ട്രയാങ്കുലർ പാർക്ക്. ട്രയാങ്കുലർ പാർക്കിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C. അപ്പൊ എസിന്റെ വാല്യൂ 150 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 150 into 150 minus 90, 150 minus 100, 150 minus 110. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4242 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4242 മീറ്റർ സ്ക്വയർ എന്ന് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ ABCDയുടെ ഏരിയ കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? സൈഡ്സ് തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ, BC 15 സെന്റിമീറ്റർ, CD 12 സെന്റിമീറ്റർ, AD 25 സെന്റിമീറ്റർ. വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, ആംഗിൾ B. ആംഗിൾ B 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ആംഗിൾ B തന്നിട്ടുണ്ട്. ആംഗിൾ B 19 തന്നിട്ടുണ്ട്. AB 8 എന്നും BC 15, CD 12 ആൻഡ് AD 25 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇതെന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. ഫസ്റ്റ് നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ബേസും ഹൈറ്റും അറിയാമെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഓഫ് ABC എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ബേസും ഹൈറ്റും അറിയാമെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു BH ആണ്. ഹാഫ് BH ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്ററും ആണ്. അപ്പൊ ഹാഫ് BH ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏരിയ എന്ത് കിട്ടും? 60 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ACDയും കൂടെ കണ്ടുപിടിച്ചാൽ ഇവ തമ്മിലുള്ള ഏരിയസ് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഏരിയ ഓഫ് ACD കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അത് റൈറ്റ് ട്രയാങ്കിൾ അല്ല, നമുക്ക് 2 സൈഡ്സ് അറിയാം. ADയുടെ വാല്യൂ 25 സെന്റിമീറ്ററും CDയുടെ വാല്യൂ 12 സെന്റിമീറ്റർ ഒന്നും അറിയാം. AC അറിയത്തില്ല. പക്ഷെ നമുക്ക് AC എങ്ങനെ കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ AC കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ നമുക്ക് AC എങ്ങനെ കണ്ടുപിടിക്കാം? AC is equal to square root of 8 square plus 15 square. അപ്പൊ 8 square plus 15 square ചെയ്യുന്ന സമയത്ത് നമുക്ക് ACയുടെ വാല്യൂ 17 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് 64 plus 225 ദാറ്റ് ഈസ് 289 സെന്റിമീറ്റർ. സ്ക്വയർ റൂട്ട് ഓഫ് 289 എന്ന് പറയുന്നത് എത്രയാണ്? 17 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് AC കിട്ടി. AC ഇപ്പൊ കിട്ടി. AB ഓൾറെഡി തന്നിട്ടുണ്ട്. AD എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററും CD എന്ന് പറയുന്നത് 12 സെന്റിമീറ്ററും. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ഹെറോൺസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ സെമി പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പൊ 17 plus 12 plus 25/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ സെമി പെരിമീറ്റർ കിട്ടും. സെമി പെരിമീറ്ററിന്റെ വാല്യൂ എത്ര കിട്ടിയത്? 27 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCD എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C ആണ്. ഇവിടെ എയുടെ വാല്യൂ എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് എസിന്റെ വാല്യൂ എന്താ? 27 സെന്റിമീറ്റർ ആണ്. ഇനി എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്?
എ നമ്മൾ 17 ആയിട്ട് എടുത്തു, ബി എന്ന് പറയുന്ന 12, സി എന്ന് പറയുന്ന 25. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം ഈ ഒരു ഫോർമുലയിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ. സ്ക്വയർ റൂട്ട് ഓഫ് 27 ഇൻറ്റു 27 മൈനസ് 17 ഇൻറ്റു 27 മൈനസ് 12 ഇൻറ്റു 27 മൈനസ് 25. ഇനി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടും? 90 സെന്റിമീറ്റർ എന്ന് കിട്ടും. 90 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ കിട്ടിയത്? 90 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി കിട്ടിയിട്ടുള്ളൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി ആണ് എന്ത്? 90 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ് വേണ്ടത്. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി. അപ്പൊ ഇവ തമ്മിൽ സം ചെയ്യണം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ്? 90 പ്ലസ് 60. 90 പ്ലസ് 60 എന്ന സമയത്ത് എന്ത് കിട്ടും? 150 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എത്രയാണ്? 150 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 150 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന ഇവിടുത്തെ ഓപ്ഷൻ സി ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. എ ഫാർമർ ഹാസ് എ ഫീൽഡ് ഇൻ ദ ഷേപ്പ് ഓഫ് റോംബസ്. ഒരു ഫാർമറിന് ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിന്റെ ഷേപ്പ് എന്താണ്? റോംബസ് ആണ്. ദ പെരിമീറ്റർ ഓഫ് ദ ഫീൽഡ്, ആ ഫീൽഡിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് ദ ഫീൽഡ് എന്ന് പറയുന്നത് 400 മീറ്റർ ആണ്. അതിന്റെ ഒരു ഡയഗണലും തന്നിട്ടുണ്ട്. വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ ലെങ്ത് 120 മീറ്റർ ആണ്. ഹി വോണ്ട് ടു ഡിവൈഡ്സ് ദ ഫീൽഡ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. ഫാർമറിന് ആ ഒരു ഫീൽഡിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം ടു ഗ്രോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ്. അങ്ങനെയാണെങ്കിൽ ഫീൽഡിന്റെ മൊത്തത്തിലുള്ള ഏരിയ ഓഫ് ദി ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ്? ഒരു ഫാർമറിന് ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിന്റെ ഷേപ്പ് റോംബസ് ആണ്. അതിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 400 മീറ്റർ. വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് 120 മീറ്റർ. ആൻഡ് ഹി വാണ്ട്സ് ടു ഡിവൈഡ് ദ ഫീൽഡ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അങ്ങനെയാണെങ്കിൽ ഫീൽഡിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ റോംബസിന്റെ പ്രത്യേകത എന്താണ്? 4 സൈഡിന്റെയും ലെങ്ത് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പെരിമീറ്റർ ഓഫ് ദ ഫീൽഡും ഡയഗണലും തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് ദ ഫീൽഡ്, പെരിമീറ്റർ ഓഫ് റോംബസ് എന്ന് പറയുന്നത്, പെരിമീറ്റർ ഓഫ് റോംബസ്, റോംബസിൽ all 4 sides ഈക്വൽ ആണ്. all 4 sides are equal in the case of rhombus. ഇനി പെരിമീറ്റർ ഓഫ് റോംബസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? 4 into സൈഡ് ആണ്. 4 into സൈഡ് ആണ്. പെരിമീറ്റർ എത്രയും തന്നിട്ടുണ്ട്? 400 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ വേറെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ഒരു ഡയഗണലിന്റെ ലെങ്ത് D1 തന്നിട്ടുണ്ട്, 120 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി 4 into 1 സൈഡ് 400 മീറ്റർ ആണെങ്കിൽ അതിന്റെ സൈഡ് എത്രയെന്ന് കിട്ടും? 400 divided by 4, that is 100 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് റോംബസ് കിട്ടും 100 മീറ്റർ. ഒരു സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 100 മീറ്റർ ആണെങ്കിൽ all 4 sides are equal. അപ്പൊ 4 സൈഡും എന്താണ്? നമുക്ക് 100 മീറ്റർ ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ട്രയാങ്കിൾ എ ബി സി ഡി. ട്രയാങ്കിൾ എ ബി സിയുടെ നമുക്ക് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 3 സൈഡ്സും നമുക്കറിയാം. 3 സൈഡും അറിയാമെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയുടെ ലെങ്ത് ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്തൊക്കെയാണ് 3 സൈഡും നമുക്ക് നോക്കാം. ഇത് എ, ഇത് ബി, ഇത് സി ആയിട്ട് എടുക്കുവാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 100 മീറ്റർ, B is equal to 100 meter and C is equal to 120 meter. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സെമി പെരിമീറ്റർ കണ്ടുപിടിക്കണം. സെമി പെരിമീറ്റർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? A plus B plus C divided by 2. അതായത് 100 plus 100 plus 120 divided by 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 160 മീറ്റർ എന്ന് കിട്ടും. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. അപ്പൊ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എസ് എന്ന് പറയുന്നത് 160 ആണ്. 160 ഇൻറ്റു 160 മൈനസ് 100 ഇൻറ്റു 160 മൈനസ് 100 ഇൻറ്റു 160 മൈനസ് 120. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4800 മീറ്റർ സ്ക്വയർ. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം ആണല്ലോ. റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വലും ആണല്ലോ. അപ്പൊ ഇതിന്റെ ഏരിയ തന്നെ ആയിരിക്കുമല്ലോ ഇതിന്റെ ഏരിയ. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡി എന്ത് പറയാൻ പറ്റും? 2 times 2 into 4800, അതായത് 9600 മീറ്റർ സ്ക്വയർ ആണ് എന്ത്? നമുക്ക് ഏരിയ ഓഫ് റോംബസ് എന്ന് കിട്ടുന്നത്. അപ്പൊ
കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് എന്ത് 9600 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സ്ക്വയറിന്റെ ഡയഗണൽ തന്നിട്ടുണ്ട്. സ്ക്വയറിന്റെ ഡയഗണൽ 10√2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അപ്പൊ സ്ക്വയറിന്റെ ഡയഗണൽ ഓഫ് സ്ക്വയർ ഫോർമുല എന്താണ്? a√2. a എന്ന് പറയുന്ന സൈഡ് ആണ്. സൈഡ് ഇൻറ്റു √2. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡയഗണലിന്റെ 10√2 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സൈഡ് എ ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. സൈഡ് എ 10 ആണെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, ദാറ്റ് ഈസ് 10 into 10 which is 100 എന്ന് കിട്ടും. ഇവിടെ 100 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്ത്? 100 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ലെങ്ത് 20% ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് 20% റെഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ പെർസെന്റേജ് ചേഞ്ച് എത്രയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 20%. ദെൻ വാട്ട് ഈസ് ദ പെർസെന്റേജ് ചേഞ്ച്? അപ്പൊ നമ്മുടെ റെക്ടാങ്കിളിന്റെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണെങ്കിൽ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണ്. ലെങ്ത് 20% ഇൻക്രീസ് ചെയ്യുക. 20% എന്ന് പറയുമ്പോൾ 20/100 ദാറ്റ് ഈസ് 0.2. അപ്പോൾ 1 + 0.2 എന്ന് പറയുമ്പോൾ ലെങ്ത് 20% ഇൻക്രീസ് ആകുമ്പോൾ പുതിയ ലെങ്ത് ആണ് എന്താണ്? 1.2 എല്ലാവും. ഇനി ബ്രെഡ്ത്ത് 20% ഡിക്രീസ് ആവുകയാണ്. അപ്പോൾ 1 - 0.2 ദാറ്റ് ഈസ് 0.8 ബി എന്ന് വരും. ഇനി നമുക്ക് എന്താണ്? ന്യൂ ഏരിയ ഫാക്ടർ കണ്ടുപിടിക്കണം. ന്യൂ ഏരിയ ഫാക്ടർ എന്താണ്? 1.2 into 0.8 ആണ്. 1.2 into 0.8 എന്ന് പറയുന്നത് 0.96. നമ്മുടെ ആക്ച്വൽ ഏരിയ 100% ആയിട്ട് എടുക്കുകയാണെങ്കിൽ പുതിയ ഏരിയ ഫാക്ടർ 96% ആണ് വരുന്നത്. 96% ഓഫ് ദ ഒറിജിനൽ ആണ്. അപ്പോൾ 100ൽ നിന്ന് 96 വരണമെങ്കിൽ 4% ഡിക്രീസ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഡിക്രീസ് ഓഫ് 4% ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 4% ഡിക്രീസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം വാട്ട് ഈസ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ എന്ന് ചോദിച്ചാൽ 4% ഡിക്രീസ് ഇൻ ഏരിയ ആണ് വരുന്നത്. അപ്പം ഈ ആറാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് വോളിയം ഓഫ് സോളിഡ്സ് ആണ്. വോളിയം ഓഫ് സോളിഡ്സിൽ നമുക്കുള്ളത് സ്പിയർ ഉണ്ട്, ക്യൂബ് ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, കോൺ ഉണ്ട്, പാരലോപിപ്പഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യാം? ഇതിന്റെയൊക്കെ ഫോർമുലാസ് ഒക്കെ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. അപ്പൊ ആദ്യം ക്യൂബോയിഡ് അല്ലെങ്കിൽ പാരലോപിപ്പഡ്, അതിന്റെ ഇമ്പോർട്ടന്റ് ഫോർമുല നോക്കാം. വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2 into LB plus BH plus LH. അപ്പൊ ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂബോയിഡിന്റെ 6 ഫേസസിന്റെ മൊത്തത്തിലുള്ള വ്യാപ്തിയാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ 6 ഫേസസ് ഉണ്ട്. 6 ഫേസസിലുള്ള മൊത്തത്തിലുള്ള വിസ്തീർണം തന്നെയാണ് ടോട്ടൽ സർഫസ് ഏരിയ. ദാറ്റ് ഈസ് 2 into LB plus BH plus LH. അപ്പൊ ഏതൊക്കെ സർഫസസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന? ഫ്രണ്ട് ഉണ്ട്, ബാക്ക് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ദെൻ ടോപ്പ്, ബോട്ടം. ഇത്രയാണ് എന്ത്? ടോട്ടൽ സർഫസ് ഏരിയസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫേസസ് എന്ന് പറയുന്നത്. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ 2 into L plus B into H ആണ് ഫോർമുല വരുന്നത്. ടോപ്പും ബോട്ടവും ഒഴിച്ച് ബാക്കി ഉള്ള 4 ഫേസസിന്റെ വിസ്തീർണമാണ് വരുന്നത്. അപ്പം ബാക്കിയുള്ള 4 ഫേസസ് അവിടെ ടോപ്പും ബോട്ടവും ഇല്ല. ബാക്കി എന്തൊക്കെയുള്ള? ഫ്രണ്ട്, ബാക്ക്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് വരുന്നത്. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡിന്റെ ഫോർമുല ഓർത്ത് വെക്കുക. 2 into L plus B into H ആണ് വരുന്നത്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം. സിമ്പിൾ പ്രോബ്ലം ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന് വരുന്നുള്ള ഫോർമുല ഓർത്തിരിക്കുക. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ആൻഡ് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ലെങ്ത് 7.5 മീറ്റർ, ബ്രെഡ്ത്ത് 3 മീറ്റർ ആൻഡ് ഹൈറ്റ് 5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. ദെൻ ലാറ്ററൽ സർഫസ് ഏരിയ ലെങ്ത് തന്നിട്ടുണ്ട്,
ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? 2 × LB + BH + LH ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ 2 × 7.5 × 3 + 3 × 5 + 7.5 × 5. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 150 m² എന്ന് കിട്ടും. ഇനി അടുത്തത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ 2 × L + B × H ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 7.5 മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്ററും ഹൈറ്റ് 5 മീറ്ററും ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 105 m² എന്ന് കിട്ടും. അപ്പം നമുക്ക് 105 m² എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ടോട്ടൽ സർഫസ് ഏരിയ 150 m²ഉം ലാറ്ററൽ സർഫസ് ഏരിയ 105 m² ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മുടെ സെവൻത് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The length, breadth and height of a hole. ഒരു ഹോളിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ലെങ്ത് 25 മീറ്റർ, ബ്രെഡ്ത്ത് 15 മീറ്ററും ഹൈറ്റ് 5 മീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് റെനോവേറ്റിംഗ് ഇറ്റ്സ് ഫ്ലോർ ആൻഡ് 4 walls? ഫ്ലോറും 4 walls മാത്രം റെനോവേറ്റ് ചെയ്യേണ്ട റേറ്റ് കണ്ടുപിടിക്കണം. അറ്റ് ദ റേറ്റ് ഓഫ് 80 m². ആണ്. അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക. ലെങ്ത് തന്നിട്ടുണ്ട് 25 മീറ്റർ, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 15 മീറ്റർ, ഹൈറ്റ് തന്നിട്ടുണ്ട് 5 മീറ്റർ. നമുക്ക് കോസ്റ്റ് ഓഫ് റെനോവേറ്റിംഗ് 4 walls ഫ്ലോറും മാത്രം റെനോവേറ്റ് ചെയ്യാൻ. അപ്പൊ 4 walls, ഇത് ക്യൂബോയിഡ് ഫോമിലാണ്. 4 walls മാത്രം വരുമ്പോൾ അവിടെ എന്ത് വരും? ടോപ്പും ബോട്ടും ഇൻക്ലൂഡഡ് അല്ല. 4 walls മാത്രം എന്ന് പറയുമ്പോൾ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് 4 walls എന്ന് പറയുന്നത് എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? 2 × L + B × H ആണ്. L അറിയാം, B അറിയാം, H അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 25 + 15 × 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 400 m² എന്ന് കിട്ടും. പോരാ, നമുക്ക് 4 walls പിന്നെ എന്താണ്? ഫ്ലോറും റെനോവേറ്റ് ചെയ്യേണ്ടതിന്റെ കോസ്റ്റാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏരിയ ഓഫ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഫ്ലോറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ലെങ്തും ബ്രെഡ്ത്തും ആണ് വരുന്നത്. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഏരിയ ഓഫ് ദ ഫ്ലോർ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 25 × 50 ചെയ്യുന്ന സമയത്ത് 375 m². ടോട്ടൽ ഏരിയ എന്തൊക്കെയാ വരുന്നത്? ഏരിയ ഓഫ് 4 walls പ്ലസ് ഏരിയ ഓഫ് ഫ്ലോർ. അപ്പൊ നമുക്ക് എന്ത് വരും? 400 + 375 വരും. ദാറ്റ് ഈസ് 775 m². ആണ്. ഇനി നമുക്ക് ഏരിയ ഓഫ് കോസ്റ്റ് ഓഫ് റെനോവേറ്റിംഗ് കണ്ടുപിടിക്കണം. കോസ്റ്റ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഇൻറ്റു റേറ്റ് ചെയ്യുക. ഏരിയ എത്രയാണ്? 775 ഇൻറ്റു റേറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 80 m². ആണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 6200 എന്ന് കിട്ടും. കോസ്റ്റ് ഓഫ് റെനോവേറ്റിംഗ് 6200. ഇവിടെ 6200 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് അടുത്തത് സിലിണ്ടർ ആണ് നോക്കുന്നത്. സിലിണ്ടറിന്റെ ഇമ്പോർട്ടന്റ് ഫോർമുലാസ് നോക്കാം. കർവ്ഡ് സർഫസ് ഏരിയ അറിയണം, ടോട്ടൽ സർഫസ് ഏരിയ അറിയണം, വോളിയം ഓഫ് സിലിണ്ടർ കണ്ടുപിടിക്കേണ്ട ഫോർമുല അറിയണം. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല എന്താണ്? 2πRH ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2πR × R + H ആണ്. ദെൻ വോളിയം πR²H ആണ്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നോക്കാം. സിലിണ്ടറിക്കൽ വാട്ടർ ടാങ്കിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 7 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ള? ഹൈറ്റ് തന്നിട്ടുണ്ട് 20 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. കർവ്ഡ് സർഫസ് ഏരിയയും കോസ്റ്റ് ഓഫ് പെയിന്റിങ്, കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ദെൻ അത് പെയിന്റ് ചെയ്യാനുള്ള കോസ്റ്റ് ഓഫ് പെയിന്റിങ് അറ്റ് ദ റേറ്റ് ഓഫ് 15 m². കണ്ടുപിടിക്കണം. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം, നമുക്ക് കോസ്റ്റ് ഓഫ് പെയിന്റിങ്ങും കണ്ടുപിടിക്കണം. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ 2πRH. റേഡിയസും അറിയാം, ഹൈറ്റും അറിയാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 × π 22/7, റേഡിയസ് 7, ഹൈറ്റ് 20. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 880 m² കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഏരിയ ഇൻറ്റു റേറ്റ് 880 × 15, 13,200 എന്ന് കിട്ടും. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ 880 m², കോസ്റ്റ് 13,200 ആണ്. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അടുത്തെന്ന് പറയുന്ന കോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. കോണിന്റെ ഇമ്പോർട്ടന്റ് ഫോർമുലാസ് നമുക്ക് അറിയണം. സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല, സ്ലാന്റിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് √R² + H² ആണ്. കർവ്ഡ് സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ബേസ്, സർക്കുലർ ബേസ് ഏരിയ ഒഴിച്ച് ബാക്കിയുള്ള ഏരിയ ആണ് കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്?
പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ. എൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇതിന്റെ ഫോർമുല √r² പ്ലസ് h² ആണ്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഇവിടെ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് സർക്കുലാർ ബേസ് ഏരിയ ആണ് എന്ത്? ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ ആണ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ. ഇനി വോളിയം ഓഫ് കോൺ. വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3 പൈ r² h ആണ് എന്ത്? വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു കോണിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ഹൈറ്റ് 24 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കുക, കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? L is equal to √r² പ്ലസ് h². അപ്പൊ ആറിന്റെ വാല്യൂ അറിയാം 7, എച്ചിന്റെ വാല്യൂ അറിയാം 24. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 25 സെന്റിമീറ്റർ എന്ന് കിട്ടും. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി എന്താ? കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ കണ്ടുപിടിക്കേണ്ട ഫോർമുല പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ. പൈ 22/7, ആർ 7 സെന്റിമീറ്റർ, എൽ 25 സെന്റിമീറ്റർ. സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 550 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്ലാൻഡ് ഹൈറ്റ് 25 സെന്റിമീറ്റർ, കർവ്ഡ് സർഫസ് ഏരിയ 550 സെന്റിമീറ്റർ സ്ക്വയറുമാണ്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സ്ലാൻഡ് ഹൈറ്റ് 25 സെന്റിമീറ്ററും കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 550 സെന്റിമീറ്റർ സ്ക്വയറുമാണ്. ഇനി നമുക്ക് അടുത്ത ക്യൂബിന്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് നോക്കാം. ക്യൂബിന്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുല വരുന്നത് വോളിയം ഓഫ് ക്യൂബ്. വോളിയം ഓഫ് ക്യൂബ് എന്താണ്? എ ക്യൂബ് ആണ്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ക്യൂബിന്റെ 6 ഫേസസിന്റെ മൊത്തത്തിൽ ഉള്ള വിസ്തീർണമാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് 6 × a². ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ടോപ്പും ബോട്ടവും ഒഴിച്ച് ബാക്കിയുള്ള 4 ഫേസസിന്റെ ആണ്. അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ 4a² ആണ് വരുന്നത്. ഡയഗണൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഓർത്തിരിക്കുക, a√3 ആണ്. അപ്പൊ വോളിയം എ ക്യൂബ്, ടോട്ടൽ സർഫസ് ഏരിയ 6a², ലാറ്ററൽ സർഫസ് ഏരിയ 4a², ഡയഗണൽ a√3. ഇത്രയും ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കേ. എ ക്യൂബ് ഹാസ് ടോട്ടൽ സർഫസ് ഏരിയ. ക്യൂബിന്റെ TSA തന്നിട്ടുണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട് 486 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ടോട്ടൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? 6a². 6a² എന്ന് പറയുന്നത് എന്താണ്? 486 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് a² കണ്ടുപിടിക്കാമല്ലോ. a² ഈസ് ഈക്വൽ ടു 486 ഡിവൈഡഡ് ബൈ 6. അപ്പൊ a² നമുക്ക് 81 എന്ന് കിട്ടും. a² 81 എന്ന് കിട്ടിയ എയുടെ വാല്യൂ എന്താണ്? 9 സെന്റിമീറ്റർ ആണ്. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ 4a², that is 4 × 9 × 9, which is 324 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി, 324 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 11ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 ഐഡന്റിക്കൽ ക്യൂബ്സ്, 2 ഐഡന്റിക്കൽ ക്യൂബ്, അതിന്റെ സൈഡ് 7 സെന്റിമീറ്റർ ആണ്. അത് എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡും ലാറ്ററൽ സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം. റിസൾട്ടിങ് ക്യൂബോയിഡ്. 2 ക്യൂബ്സ് കൂട്ടിച്ചേരുമ്പോൾ അതെന്താവും? ക്യൂബോയിഡ് ആവും. അപ്പൊ 2 ക്യൂബ്സ് ഓഫ് ഐഡന്റിക്കൽ സൈഡ് 7 സെന്റിമീറ്റർ ആണ്, എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടിങ് ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ 2 ക്യൂബ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടിങ് കിട്ടുന്ന ക്യൂബോയിഡ് ആണ്. അപ്പൊ ആ ക്യൂബോയിഡിന്റെ ലെങ്ത് എന്ത് വരും? ലെങ്ത് ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ 7 + 7, ദാറ്റ് ഈസ് 7 + 7 14 ആണ്. 14 സെന്റിമീറ്റർ ആണ് എന്ത്? ലെങ്ത് ഓഫ് ക്യൂബോയിഡ് വരുന്നത്. ബ്രെഡ്ത്തും ഹൈറ്റിനും മാറ്റവും ഇല്ല. ബ്രെഡ്ത്ത് 7 സെന്റിമീറ്റർ തന്നെയാണ്, ഹൈറ്റും എന്താണ്? 7 സെന്റിമീറ്റർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡിന്റെ ഫോർമുല എന്താണ്? 2 × LB + BH + LH ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ലെങ്ത് എന്ന് പറയുന്നത് 14, ബ്രെഡ്ത്ത് 7, ഹൈറ്റും 7 ആണ്. അപ്പൊ 2 × 14 × 7 + 7 × 7 + 14 × 7. സിംപ്ലിഫൈ
സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 490 സെന്റിമീറ്റർ സ്ക്വയർ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് വേണം. 2 × L + B × H ആണ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ്. ലെങ്ത് 14 ബ്രെഡ്ത്ത് 7 ഹൈറ്റ് 7 ആണ്. അപ്പൊ 2 × 21 × 7 എന്ന് കിട്ടും. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് 294 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ. ടോട്ടൽ സർഫസ് ഏരിയ 490 സെന്റിമീറ്ററും ലാറ്ററൽ സർഫസ് ഏരിയ 294 സെന്റിമീറ്റർ സ്ക്വയറും ആണ്. അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ക്യൂബോയിഡ്. ക്യൂബോയിഡിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ക്യൂബോയിഡ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 7:5:2. ഇറ്റ്സ് വോളിയം ഈസ് 35840 സെന്റിമീറ്റർ ക്യൂബ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ ക്യൂബോയിഡിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റിന്റെ റേഷ്യോയും അവയുടെ വോളിയവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, പ്രോപ്പർ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ്? നമുക്ക് റേഷ്യോ തന്നിട്ടുള്ളൂ 7:5:2. റേഷ്യോ എത്രയാണ്? 7:5:2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് എന്ന് പറയുന്ന കറക്റ്റ് വാല്യൂ അറിയില്ല. അപ്പൊ 7 കോൺസ്റ്റന്റ് 7x, ബ്രെഡ്ത്ത് 5x ആൻഡ് ഹൈറ്റ് 2x എന്ന് എടുക്കാം. ഇനി വോളിയം തന്നിട്ടുണ്ട്. വോളിയം എത്രയാ തന്നിട്ടുള്ളത്? 35840 സെന്റിമീറ്റർ ക്യൂബ്. ഇനി വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. ലെങ്ത് എത്ര? 7x, ബ്രെഡ്ത്ത് 5x, ഹൈറ്റ് 2x വിച്ച് ഇസ് ഈക്വൽ ടു 35840 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 70x³ = 35840. അതിൽ നിന്ന് x³ 512ഉം x എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 512. ക്യൂബ് റൂട്ട് ഓഫ് 512 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡയമെൻഷൻ ഓഫ് ക്യൂബോയിഡ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. ലെങ്ത് എന്ന് പറയുമ്പോൾ 7x. അപ്പൊ 7 × 8 ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് കിട്ടും. ദാറ്റ് ഈസ് 56 സെന്റിമീറ്റർ. ഇനി ബ്രെഡ്ത്ത് ഓഫ് ക്യൂബോയിഡ് 5 × 8 40 സെന്റിമീറ്റർ. ഇനി ഹൈറ്റ് എത്രയാണ്? 2 × 8 16 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 56 സെന്റിമീറ്റർ ലെങ്ത്, ബ്രെഡ്ത്ത് 40 സെന്റിമീറ്റർ, ഹൈറ്റ് 16 സെന്റിമീറ്റർ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 56 സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ ആൻഡ് 16 സെന്റിമീറ്റർ. അപ്പൊ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.